നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തമിഴ്നാട് രാഷ്ട്രീയം നിർണായക മണിക്കൂറുകളിൽ. പന്നീർശെൽവവും ശശികലയും ഗവർണറെ കണ്ടു. ധർമ്മം ജയിക്കുമെന്ന് പന്നീർശെൽവം. രാജി പിൻവലിക്കും. പാർട്ടിയിലെ രണ്ടാമൻ മധുസൂദൻ പന്നീർശെൽവത്തിനൊപ്പം. 130 എംഎൽഎമാരുടെ പിന്തുണയുണ്ടെന്ന് ശശികല. പിന്തുണക്കത്തുകൾ ഗവർണർക്ക് മുമ്പാകെ സമർപ്പിച്ചു. പന്നീർശെൽവത്തെ പിന്തുണക്കുമെന്ന് DMK. ജയലളിതയുടെ വസതി സ്മാരകമാക്കി സെൽവം. പാർട്ടി ബാങ്ക് അക്കൌണ്ടുകളിലും പന്നീർശെൽവത്തിന്റെ പിടി. ഭൂമി ക്രമക്കേടുകൾക്കെതിരെ വീണ്ടും VS അച്യുതാനന്ദൻ. ലോ അക്കാദമിയിലെ ഫ്ളാറ്റ് വിൽപ്പനയിൽ അന്വേഷണം വേണമെന്ന് റവന്യൂ മന്ത്രിക്ക് VSന്റെ കത്ത്. പാറ്റൂർ കേസിൽ തെളിവുകളുമായി വിജിലൻസ് കോടതിയിൽ. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ഹാജരാക്കാമെന്ന് വിജിലൻസ്. പാൽ വില കുത്തനെ കൂട്ടി മിൽമ. ലിറ്ററിന് കൂട്ടിയത് 4 രൂപ. മറ്റന്നാൾ മുതൽ പുതിയ നിരക്ക്. കൂട്ടിയ തുകയിൽ 3 രൂപ 35 പൈസ കർഷകനെന്ന് മിൽമ. മൻമോഹൻ സിംഗിനെതിരായ മോദിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ്. വഹിക്കുന്ന പദവിയുടെ അന്തസ് മോദി കാക്കണമെന്ന് ചിദംബരം. തമിഴ്നാട് പ്രതിസന്ധിയിലും പാർലമെന്റിൽ പ്രതിഷേധം. ഗവർണർക്കെതിരായ AIDMK പ്രതിഷേധത്തിൽ രാജ്യസഭ തടസ്സപ്പെട്ടു. സ്വാശ്രയ ഹുങ്ക് ആവർത്തിച്ച് നെഹ്റു കോളേജ്. പാമ്പാടി നെഹ്റു കോളേജിൽ വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടി. ജിഷ്ണുവിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. നിഷേധിച്ച് മാനേജ്മെന്റ്. വിദ്യാർത്ഥികൾ സമരത്തിൽ. ഹൈദരാബാദ് ടെസ്റ്റിൽ പിടിമുറുക്കി ടീം ഇന്ത്യ. വിരാട് കോഹ്ലിക്കും മുരളി വിജയ്ക്കും സെഞ്ചുറി. പൂജാരയ്ക്ക് അർദ്ധ സെഞ്ചുറി. ആദ്യ ദിനം 3 വിക്കറ്റ് നഷ്ടത്തിൽ 356 റൺസ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കളിയിൽ ആര് ജയിക്കും? തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷം. പന്നീർശെൽവവും ശശികലയും മണിക്കൂറുകളുടെ മാത്രം ഇടവേളയിൽ ചെന്നൈയിൽ ഗവർണർ വിദ്യാസാഗർ റാവുവുമായി കൂടിക്കാഴ്ച നടത്തി. പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പന്നീർശെൽവം പറഞ്ഞു. ധർമ്മം ജയിക്കും. രാജി പിൻവലിക്കുമെന്ന് ഗവർണറെ പന്നീർശെൽവം അറിയിച്ചു. 5 MLA-മാർക്കൊപ്പമാണ് അദ്ദേഹം ഗവർണറെ കണ്ടത്. புரட்சித் தலைவி அம்மாவுடைய நல்லாசியோடு மாண்புமிகு அம்மாவுடைய வாழ்த்துக்களோடு நாங்கள் அண்ணன் கழகத்தினுடைய அவைத்தலைவர் மரியாதைக்குரிய மதுசூதனன் அவருடைய தலைமையிலே நம்முடைய தமிழகத்தினுடைய ஆளுநர் அவர்களை சந்தித்துவிட்டு தமிழகத்திலே நடைபெற்றுக் கொண்டிருக்கின்ற அத்தனை விவரங்களையும் விரிவாக பேசி வந்திருக்கின்றோம். உறுதியாக நல்லது நடக்கும். പന്നീർശെൽവത്തിന് പിന്നാലെ ശശികലയും ഗവർണറെ കണ്ട് അവകാശവാദം ഉന്നയിച്ചു. ഇതടക്കം വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് തമിഴ്നാട് ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചർച്ചകൾ, രാഷ്ട്രീയ കരുനീക്കങ്ങൾ, ഗവർണറുമായി കൂടിക്കാഴ്ച, അങ്ങനെ സംഭവബഹുലമായ ദിവസം. ശശികലയ്ക്കെതിരെ പന്നീർശെൽവം യുദ്ധപ്രഖ്യാപനം നടത്തിയത് മറീന ബീച്ചിലെ ജയാസ്മാരകം സന്ദർശിച്ചായിരുന്നുവെങ്കിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാൻ ശശികല രാജ്ഭവനിലേക്ക് പോയതും ജയാസ്മാരകത്തിൽ നിന്ന് തന്നെ. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെ പന്നീർശെൽവം ക്യാമ്പ് ആദ്യ വെടി പൊട്ടിച്ചു. പോയസ് ഗാർഡനിലെ ജയയുടെ വസതിയായ വേദനിലയം സർക്കാർ ഏറ്റെടുക്കും. കെട്ടിടം അമ്മ സ്മാരകമാക്കുമെന്നും പ്രഖ്യാപനം. ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല. ജയയുടെ മരണശേഷവും പോയസ് ഗാർഡനിൽ തങ്ങുന്ന ശശികലയെ പുറത്തുചാടിക്കുക. AIADMK ഫണ്ട് ആർക്കും കൈമാറരുതെന്ന് പന്നീർശെൽവം ബാങ്കുകൾക്കെഴുതി. സസ്പെൻഷനിലായിരുന്ന IAS ഉദ്യോഗസ്ഥർ ജ്ഞാനദേശികനെയും അതുൽ ആനന്ദിനെയും തിരിച്ചെടുത്തു. പിന്നാലെ ഗവർണർ C. വിദ്യാസാഗർ റാവുവിനെതിരെ BJP MP സുബ്രഹ്മണ്യം സ്വാമിയുടെ പ്രസ്താവനയെത്തി. തമിഴ്നാട് പുകയുമ്പോൾ ഗവർണർ ഡൽഹിക്കും മുംബൈക്കും പോയെന്ന് സുബ്രഹ്മണ്യം സ്വാമി കുറ്റപ്പെടുത്തി. തമിഴ്നാട് സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന കേന്ദ്ര സർക്കാർ പ്രതികരിച്ചില്ലെങ്കിലും BJP വൃത്തങ്ങളുടെ മനസ്സിലിരിപ്പ് ഇതിനകം പുറത്തുവന്നു. ശശികലയേക്കാൾ ഭേദം പന്നീർശെൽവം എന്ന നിലപാടാണ് BJPക്കുള്ളതെന്നും വ്യക്തമായി. AIADMKയിലെ ഭിന്നത DMKക്ക് ആഹ്ലാദം പകരുന്നെങ്കിലും അത് പ്രകടിപ്പിക്കാൻ അവർ തയ്യാറായില്ല. പുതിയ സംഭവവികാസങ്ങളിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് കനിമൊഴി പറഞ്ഞു. MLA-മാരെ ഒളിവിൽ പാർപ്പിച്ചതിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി വന്നെങ്കിലും അവരെല്ലാം MLA ഹോസ്റ്റലിലെന്ന മറുപടിയാണ് ശശികല ക്യാമ്പ് നൽകിയത്. ശശികലയോട് വിധേയത്വം പുലർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റാൻ ഇതിനിടെ പന്നീർശെൽവം നീക്കം തുടങ്ങി.
ചെന്നൈ പോലീസ് കമ്മീഷണറും മലയാളിയുമായ എസ് ജോർജും ഇതിൽപ്പെടും. പനീർശെൽവം ക്യാമ്പിന് ഏറ്റവും ആവേശം പകർന്നത് മുതിർന്ന നേതാവും പ്രസീഡിയം ചെയർമാനുമായ ഇ മധുസൂദനന്റെ പിന്തുണയാണ്. വൈകിട്ട് 5 മണിയോടെ ഗവർണർ ചെന്നൈയിലെത്തിയതോടെ ശ്രദ്ധാകേന്ദ്രം രാജ്ഭവനായി. ആദ്യ ഊഴം പനീർശെൽവത്തിൻ്റെതായിരുന്നു. രാജി സമ്മർദ്ദം മൂലമായിരുന്നെന്ന് പനീർശെൽവം ഗവർണറോട് പറഞ്ഞു. വൈകിട്ട് 7:30 ശശികല ഗവർണറെ കണ്ടു. മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദവും ഉന്നയിച്ചു. അതിനു മുമ്പ് മറീന ബീച്ചിലെ ജയാസ്മാരകത്തിലും ശശികലയെത്തി. കൂടിക്കാഴ്ചകൾക്കൊടുവിലും രാഷ്ട്രീയ നാടകം എപ്പോൾ അവസാനിക്കുമെന്ന ചോദ്യത്തിനു മാത്രം ഉത്തരമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശശികല അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും ഗവർണറെ കണ്ടതിനു ശേഷം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് ശശികല ഇന്നലെ ഞങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18നോട് പനീർശെൽവത്തിന് പിന്നിൽ DMK ആണെന്നും ശശികല ആരാണെന്ന് ജയലളിതയ്ക്ക് അറിയാമെന്നും തനിക്ക് ആരോടും മറുപടി പറയേണ്ട കാര്യമില്ലെന്നും ശശികല ന്യൂസ് 18 തമിഴ്നാട് ചീഫ് എക്സിക്യൂട്ടീവ് എഡിറ്റർ M குணசேகரன் നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. அதே வழியில் தான் நான் செல்வேன். திமுக அதிமுக அப்படின்றது ஒரு காரசாரமான எதிர்க்கட்சி அப்படின்ற நிலையே தொடரும்ன்றீங்களா? நிச்சயமா தொடரும். ஒரு ஆளுங்கட்சிக்கும் எதிர்க்கட்சிக்கும் ஆக்கப்பூர்வமான இணக்கம் அப்படின்னு வேணும்னு தமிழ்நாட்டுல சில பேர் சொல்றதை நீங்க கணக்கில் எடுத்துக்க மாட்டீங்களா? அதாவது ஒரு கட்சி இன்னொரு கட்சின்னு சொல்றதை விட ஒரு கட்சி பொதுமக்களுக்கு நம்மளை நம்பி ஓட்டு போட்ட பொதுமக்களுக்கு என்ன செய்யறோங்கிறது தான். இதுவரைக்கும் நீங்க பாத்தீங்கன்னா காவிரி பிரச்சனையா இருக்கட்டும், இந்த கெயில் பைப்பு விஷயமாகட்டும், ஏது கச்சத்தீவு விஷயமாக இருக்கட்டும், தமிழ்நாட்டு மக்களுக்கு ஒரு பிரச்சனை அப்படி என்றால் அதில் அழுத்தம் திருத்தமாக நின்றது அம்மாவின் அரசு. പ്രൈം ഡിബേറ്റ് ചർച്ചയിലേക്ക് നിയമവിദഗ്ധൻ കാളീശ്വരം രാജ് കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. R രാധാകൃഷ്ണൻ നായർ രാഷ്ട്രീയ നിരീക്ഷകൻ, CNN ന്യൂസ് 18 മാനേജിംഗ് എഡിറ്റർ കൂടിയാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കുചേരും. PS ശ്രീധരൻപിള്ള നിയമവിദഗ്ധനും BJP നേതാവുമായ അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. കോൺഗ്രസ് നേതാവ് ശ്രീ പന്തളം സുധാകരൻ തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ കാളീശ്വരം രാജ്, ഗവർണർക്ക് മുന്നിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഇരുവരും അവരവരുടെ നിലപാടുകൾ അദ്ദേഹത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഗവർണറുടെ തീരുമാനമാണ് ഇനി കാത്ത് ഇരിക്കേണ്ടത്. ഗവർണർക്ക് എന്ത് തീരുമാനമെടുക്കാവുന്ന സാഹചര്യങ്ങളാണ്, ആരെ തെരഞ്ഞെടുക്കാവുന്ന സാഹചര്യമാണ്, അവകാശവാദങ്ങളാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്? വളരെ മൗലികമായ സങ്കീർണമായ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. ഗവർണർക്ക് ഈ കാര്യത്തിൽ ആത്യന്തികമായ നിർണായകമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ലെങ്കിലും പ്രാഥമികമായ തീരുമാനങ്ങൾ അദ്ദേഹത്തിന് എടുത്തേ പറ്റൂ. അത് സാധാരണഗതിയിൽ ഭരണഘടനയുടെ 164 അനുച്ഛേദമനുസരിച്ച് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ ആണ് മുഖ്യമന്ത്രിക്കടക്കം തുടരാൻ കഴിയുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലുപരിയായിട്ട് ഇവിടെ ഒരു പ്രശ്നം വരുന്നത് രാജിവെച്ചു, ആ രാജി സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം രാജി സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് പിൻവലിക്കാൻ പാടില്ല എന്നുള്ള തത്വം നമ്മുടെ ഭരണഘടനയുടെ തന്നെ പശ്ചാത്തലത്തിൽ, അതൊരു ഹൈക്കോടതി ന്യായാധിപൻ്റെ രാജിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും സുപ്രീം കോടതി വ്യക്തമാക്കിയത് 978 ഗോപാൽ ചന്ദ്ര മിശ്രയുടെ കേസിലായിരുന്നു. ആ തത്വം ഉപയോഗിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ തത്വം പിൻപറ്റിക്കൊണ്ട് പറഞ്ഞാൽ, രാജി സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പനീർശെൽവത്തിന് അത് പിൻവലിക്കുവാൻ സാധാരണഗതിയിൽ സാധ്യമല്ല. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ രാജിക്കത്തിൽ ഒപ്പിട്ടത് എന്നുള്ള വാദം ഗവർണറെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഭരണഘടനയുടെ 163(2) ഉപ അനുച്ഛേദം പ്രസക്തമായി തീരും. അവിടെ ഗവർണർക്ക് വിവേചനാധികാരമുണ്ട്. ഗവർണർക്ക് വേണമെങ്കിൽ ആ വാദം സ്വീകരിച്ചുകൊണ്ട് ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി പ്രശ്നം പിന്നീട് നിയമനിർമ്മാണ സഭയുടെ പരിഗണനയ്ക്ക് വിടാം. പക്ഷെ ആത്യന്തികമായി ഗവർണറുടേതായിരിക്കില്ല നിർണായകമായ തീരുമാനം, മറിച്ച് നിയമനിർമ്മാണ സഭയുടെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ തലയെണ്ണലിലൂടെ തെളിയിക്കപ്പെടുന്ന
ഭൂരിപക്ഷം തന്നെ ആയിരിക്കും. അതാണ് SR ബൊമ്മൈ കേസിൽ സുപ്രീം കോടതി യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയത് 1994. പിന്നീട് ഇതേ തത്വം തന്നെ കഴിഞ്ഞ വർഷം ഉത്തരാഖണ്ഡ് കേസിൽ ജസ്റ്റിസ് KM ജോസഫ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ആവർത്തിക്കുകയും അതിനെ ഫലത്തിൽ സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. നമുക്കറിയാം ഉത്തരാഖണ്ഡിലെ ഹരീഷ് റാവത്തിന്റെ കേസിൽ ഗവർണർക്ക് പ്രാഥമികമായ ചില തീരുമാനം എന്നുള്ളതല്ലാതെ ഭൂരിപക്ഷം സംബന്ധിച്ച ആത്യന്തിക തീരുമാനം നിയമനിർമ്മാണ സഭയ്ക്ക് തന്നെ വിടണം. അതാണ് അരുണാചൽ പ്രദേശ് കേസിൽ പേമ ഖണ്ഡുവിൻ്റെ കേസിൽ സുപ്രീം കോടതി കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയ നിയമതത്വം. ചുരുക്കി പറഞ്ഞാൽ ആരാണ്, അല്ലെങ്കിൽ ശശികലയാണോ അതല്ലെങ്കിൽ പനീർശെൽവമാണോ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ തന്നെ ഭാവി എങ്ങനെയാകും തുടങ്ങിയ കാര്യങ്ങളിൽ ആത്യന്തിക തീരുമാനമെടുക്കുന്നത് തമിഴ്നാട്ടിലെ നിയമസഭാ സാമാജികർ തന്നെ ആയിരിക്കും. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ രാധാകൃഷ്ണൻ നായർ, ആത്യന്തികമായി നമ്പറാണ് പ്രധാനം. MLA മാർ കൂടുതൽ ആർക്കൊപ്പമാണ് എന്നതാണ് സ്വാഭാവികമായും അവസാനത്തെ കാര്യങ്ങളെ തീരുമാനിക്കുക. പക്ഷേ ഗവർണറെ കണ്ട് ഞാൻ രാജി പിൻവലിക്കും എന്നറിയിച്ചിട്ടുണ്ട് പന്നീർശെൽവം. രാജി പിൻവലിക്കുക എന്നത് അസാധ്യമാണ് ഒരു ഘട്ടം വരെ. പക്ഷേ അതിൽ ഗവർണർക്ക് വിവേചനാധികാരമുണ്ട്. ഏത് നിലക്ക് കാര്യങ്ങൾ പര്യവസാനിക്കും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഗവർണർ ഏത് നിലപാടായിരിക്കും സ്വീകരിക്കുക? എന്ത് രാഷ്ട്രീയ സാഹചര്യങ്ങളാകും അദ്ദേഹത്തെ അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിക്കുക? നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഗവർണർ രണ്ട് സൈഡിന്റെയും വാദങ്ങൾ കേൾക്കുകയും ഗവർണർ ഒരു ലീഗൽ ഒപ്പീനിയന് വിട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ അവസാനം ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത്. ഗവർണർ ഓഫീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഗവർണർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു കേസ് ഒരു നാളെയോ മറ്റന്നാളോ എന്നാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഫൈനലി ഇത് ഒരു ലെജിസ്ലേറ്റർ പാർട്ടി ഫ്ലോർ ടെസ്റ്റിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു ശരി. ഇന്നിപ്പോൾ ഗവർണറിന് എന്ത് തീരുമാനിച്ചാലും നാളെ MLAs തന്നെ ആയിരിക്കണം ഈ കാര്യം തീരുമാനിക്കേണ്ടത് എന്നുള്ളത് ക്ലിയർ ആണ്. അവിടെയാണ് ഈ ഒരു രാഷ്ട്രീയവും സെന്ററിന്റെയും BJPയുടെയും റോള് വരുന്നത്. ഇനി ഇതിലൊരു 5 ദിവസം പന്നീർശെൽവത്തിന് കൊടുക്കാം. ഗവർണർ പറയുന്നു 5 ദിവസം കഴിഞ്ഞൊരു ഫ്ലോർ ടെസ്റ്റ് ചെയ്യാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് പൊളിറ്റിക്സ് വരാൻ പോകുന്നതും അവിടെയാണ് സെൻട്രൽ ഗവൺമെന്റിനും BJPക്കും എതിരെ അലിഗേഷൻസ് വരാൻ പോകുന്നതും. സുബ്രഹ്മണ്യൻ സ്വാമി ഒരു ഇൻട്രസ്റ്റിംഗ് ഇതാണ്. BJPയുടെ കുറെ ആൾക്കാർ തന്നെയാണ് ഇതിന്റെ പിറകിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഈ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളതിന് കുറച്ച് തെളിവുകളുണ്ട്. സുബ്രഹ്മണ്യൻ സ്വാമി തന്നെ അത് പറയുകയും ചെയ്തു. സുബ്രഹ്മണ്യൻ സ്വാമി എടുക്കുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പന്നീർശെൽവത്തിനെ വിളിക്കാനോ പന്നീർശെൽവത്തിന് 5 ദിവസം ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണലി റോങ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എത്ര ദിവസം പന്നീർശെൽവത്തിന് കൊടുക്കാൻ ഇദ്ദേഹത്തിന് പറ്റും. പക്ഷെ ഒരു ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ വിട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. BJPക്ക് ആരുടെ കൂടെ പോകണം എന്നുള്ളത്, ആരെ തുണച്ചാൽ ഇതില് രക്ഷയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ശശികലയുടെ കൂടെ ആണോ പോകേണ്ടത്? എന്നാൽ ശശികലയുടെ മനസ്സിലാക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നു. ശശികലയെ പറ്റിയുള്ളതല്ല, ശശികലയെക്കാട്ടിയും കൂടുതൽ അവർക്ക് പേടിയെന്ന് പറഞ്ഞാൽ നാളെ ഈ കേസിൽ ശശികലയ്ക്ക് ഒരു കോൺവിക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ ജയിലിൽ പോയി കഴിഞ്ഞാൽ ശശികല ജയിലിൽ ഇരുന്നു കൊണ്ട് അവരുടെ ഭർത്താവിനെയോ ശേഷാറിനെയോ കൊണ്ട് ഈ രാജ്യം ഓട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ BJPക്ക് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ BJPക്ക് ശശികലയെ പ്രിവെന്റ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ശശികലയുടെ ഒരു പ്രോക്സി ചീഫ് മിനിസ്റ്റർ അവിടെ വയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് ഒരു സീരിയസ് വറിയാണ്. അവിടെ BJPക്ക് അറിയാം ഇത് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഒരു വിധത്തിൽ അവർ പറയണത് ശശികല ഒരു ചീഫ് മിനിസ്റ്റർ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1988 ജാനകി അമ്മ MGRന്റെ വൈഫ് 22 ദിവസമേ ചീഫ് മിനിസ്റ്റർ ആയിരുന്നുള്ളൂ. അപ്പോൾ മേ ബി ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കാൻ പന്നീർശെൽവമാണ് കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ. 1977 മുതൽ രാഷ്ട്രീയത്തിലുള്ള ആളാണ്. അപ്പം BJPക്ക് ഇന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഇപ്പോഴത്തെ ഒരു ബെസ്റ്റ് ബെറ്റ് പന്നീർശെൽവമാണ്. പക്ഷെ എന്നാലും കോൺസ്റ്റിറ്റ്യൂഷനലി വലുതായിട്ട് അവർക്ക് ചെയ്യാതിരിക്കാനും പറ്റൂല. എങ്ങനെ ചെയ്യാതിരിക്കും എന്നുള്ളതും കൂടെ അവർ ആലോചിക്കുകയാണ്. ബിക്കോസ് ഇത് നാളെ ഇതൊരു വലിയൊരു പൊളിറ്റിക്കൽ അലിഗേഷൻ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PS ശ്രീധരൻപിള്ള, രണ്ടുപേരും പറഞ്ഞതുപോലെ ഫ്ലോർ ടെസ്റ്റാണ് ഇതിന്റെ അന്തിമമായിട്ടുള്ള കാര്യം. അവിടെ പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ നോട്ടത്തിൽ ശശികലയ്ക്കൊപ്പമാണ് നമ്പർ കൂടുതലുള്ളത് എന്ന് കാണുന്നു.
പൂർണ്ണമായ വസ്തുതകൾ അറിയില്ല. ഈ MLA-മാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയില്ല. അവരെ പുറത്തു വരാത്ത വിധം പാർപ്പിച്ചിരിക്കുകയാണ് ശശികല. 130 പേരുണ്ട് തനിക്കൊപ്പം എന്നവർ ശശികല പക്ഷം അവകാശപ്പെടുന്നുണ്ട്. പനീർശെൽവത്തിനൊപ്പം ആളുകൾ കുറവേ ഉള്ളൂ എന്നാണ് നമ്മൾ പ്രാഥമികമായി കാണുന്നത്. അദ്ദേഹം പക്ഷേ ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും ആത്മവിശ്വാസം കൂടുതലുള്ള വ്യക്തിയായി, നേതാവായിട്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇന്നും അദ്ദേഹം ധർമ്മം ജയിക്കുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെയാണ് പറയുകയും ചെയ്തത്. എന്താണ് അവിടെ നടക്കുന്നത്? ഒപ്പം ശ്രീ രാധാകൃഷ്ണൻ നായർ പറഞ്ഞു നിർത്തിയെടുത്ത് BJPക്ക് സ്വാഭാവികമായും കേന്ദ്രത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകളോടെയുള്ള നീക്കങ്ങളുണ്ട് എന്ന് സംശയിക്കുന്നവരും അതിന് തെളിവുകൾ കാണുന്നവരും ഏറെയുണ്ട്. എന്താണിത്? ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചും താങ്കളുടെ നിലപാട്? ഇതിനെ സംബന്ധിച്ച് BJP വ്യക്തമായൊരു നിലപാടെടുത്തതായിട്ട് ഈ രാഷ്ട്രീയ ഊഹാപോഹങ്ങൾ വാർത്തകളായി വരുന്നതിനപ്പുറം, അല്ലെങ്കിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നതിനപ്പുറം മറ്റ് യാതൊരു തെളിവുകളോ സാഹചര്യങ്ങളോ ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. BJPയുടെ നിലപാടായി പറഞ്ഞ പോലെ തന്നെ ഫ്ലോറിലാണ് തീരുമാനിക്കേണ്ടത്. അതിനിടയിൽ ഒരു മുഖ്യമന്ത്രി പറയുന്നു, എന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ്, എൻ്റെ വോളണ്ടറി ആയിട്ടല്ല അത് ചെയ്തതെന്ന് പറയുമ്പോൾ ആ സമ്മർദ്ദം ഉണ്ടോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. കാരണം ഈ കമ്പൽഷൻ എന്ന് പറഞ്ഞത് മാനസികമായി വരുന്നതാണ്. മാനസികമായി ഈ ഒരു മുഖ്യമന്ത്രിക്ക് അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒപ്പിട്ടത് ശശികലയും അവരുടെ കൂടെ ആളുകളും എല്ലാം ഉള്ള ഒരു വേദിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് വിവേചനാധികാരം ഉപയോഗിച്ച് ഗവർണർ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം പരിശോധിച്ച ശേഷമേ അക്കാര്യം തീരുമാനം ഉണ്ടാവുള്ളൂ. പിന്നെ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു അവകാശവാദം ഉണ്ടാകുന്നു, അല്ല നിലവിലുള്ള മുഖ്യമന്ത്രി തുടരണമെന്നുള്ള നിലയ്ക്ക് സമീപിക്കുന്നു. അപ്പോൾ അത് വരുമ്പോൾ ഇന്ന സമയത്തിനുള്ളിൽ വിളിച്ചോണം എന്നങ്ങനെ ഒരു ഡേറ്റ് സമയബന്ധിതമായിട്ട് അത് പറഞ്ഞിട്ടില്ല. അപ്പം നിയമോപദേശം തേടേണ്ടി വരും, വസ്തുക്കൾ പഠിക്കേണ്ടി വരും, വസ്തുക്കൾ ശേഖരിക്കേണ്ടി വരും. ഇന്ന് അദ്ദേഹം വസ്തുതാ ശേഖരണം നടത്തിയിരിക്കുന്നു. അപ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ MLA-മാരെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വേണം ഹാജരാക്കാമായിരുന്നു. ഹാജരാക്കിക്കൊണ്ട് അതുപോലെ അവരെ ആ MLA-മാർ മീഡിയകളോടോ ആരോടും കാണാൻ പറ്റാത്തവണ്ണം എവിടെയോ അണ്ടർഗ്രൗണ്ടിലാണ്. അപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ അവരുടെ വെയർഅബൌട്ട്സ് ആർക്കും ആക്സസ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എത്തുന്നു. ഇതെല്ലാം ജനാധിപത്യ പ്രക്രിയയിൽ പരിശോധിച്ച് നോക്കേണ്ട ഘടകങ്ങളാണ്. കേവലം പ്ലഷർ എന്നുള്ള വാക്ക് ഉണ്ടെങ്കിൽ പോലും ആ പ്ലഷറിനപ്പുറം അതിനെപ്പറ്റിയുള്ള ഒരു എൻക്വയറി നടത്താനുള്ള ബാധ്യത ഗവർണർക്കുണ്ട്, പ്രാഥമികമാണെങ്കിൽ പോലും. കാരണം ഇവർ MLA-മാർക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഈ രണ്ട് ചേരികളിൽ രണ്ടുപേരോടും തുല്യമായ ഒരു സമീപനമാണ് BJPക്കുള്ളത്. സുബ്രഹ്മണ്യസ്വാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പ്രകടമായും ശശികലയോടൊപ്പം എന്നുള്ള നിലക്ക് രംഗത്ത് വന്നിരിക്കുന്നു. ഞാൻ തിരിച്ചു വരാം ശശിധരൻപിള്ള. അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള വശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ശ്രീ കാളീശ്വരൻ രാജ അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങളിലേക്ക്, അതായത് അസാധാരണമായ സാഹചര്യം, നിയമപരമായ സാഹചര്യം അവിടെ ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് അസാധാരണമാണ്, വൈകാരികത നിറഞ്ഞതാണ്, വളരെ ഡ്രമാറ്റിക് ആണ് കാര്യങ്ങൾ എന്നൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും അത്യധികം സവിശേഷതയാർന്ന ഒരു നിയമപ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭരണപരമായ പ്രശ്നം ഉണ്ടായി വന്നിരിക്കുന്നു. ഒരു മുഖ്യമന്ത്രി രാജിവെക്കുന്നു, അദ്ദേഹത്തിന്റെ കൂടെ ഒപ്പുണ്ട് നിയമസഭാ കക്ഷി നേതാവായിട്ട് ഇന്നയാളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി ലീഡറായിട്ട് ഇന്നയാളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അതിന്റെ കത്ത് അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ആ കത്ത് കൂടെ ഉണ്ടെന്ന് ഗവർണർക്ക് മുമ്പാകെ ശശികല സബ്മിറ്റ് ചെയ്ത പേപ്പറുകളിൽ പനീർശെൽവത്തിന്റെ തന്നെ കയ്യൊപ്പുള്ള കത്തുണ്ട് എന്ന് കൂടെ കേൾക്കുന്നുണ്ട്. ഈ അദ്ദേഹം തന്നെയും മുൻകൈയെടുത്ത് രാജിക്കത്ത് സ്വമേധയാ കൈമാറിയിരിക്കുന്നു. അദ്ദേഹം ഗവർണറെ ചെന്ന് കണ്ട് പറയുകയാണ് 2 ദിവസത്തിന് ശേഷം എൻ്റെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന്. അതൊരു അസാധാരണ സാഹചര്യമാണ്. ഈ നിയമപരമായിട്ടുള്ള ലീഗൽ ഒപ്പീനിയൻ തേടിയിട്ടുണ്ട് ഗവർണറെങ്കിൽ അതേത് നിലക്കാണ് ഈ ഇതുവരെ ഉണ്ടായിട്ടുള്ള രാജ്യത്താകെ തന്നെയും ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെ പരിഗണിച്ച് ഏത് നിലക്കുള്ള തീരുമാനത്തിലേക്ക് എത്താനായിരിക്കും സാധിക്കുക ഗവർണർക്ക്? ഇവിടെ ഈ കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇതുപോലെ അത് പക്ഷേ MLA-മാരുടെ കത്തുകളുടെ ഓതന്റിസിറ്റി, അതിൻ്റെ ഒറിജിനൽ ആണോ എന്നുള്ള അത് സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ഇത് SR ബൊമ്മൈ കേസിൽ ഉണ്ടായിരുന്നു. ആ വിഷയം അന്ന് പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ അതിനു പോലുമുള്ള ആത്യന്തിക മറുപടി ഈ പറഞ്ഞതുപോലെ ഫ്ലോർ ടെസ്റ്റ് തന്നെയാണ് എന്നുള്ള പൊതു നിയമ സമീപനമാണ് SR ബൊമ്മൈ കേസിൽ സുപ്രീം കോടതി സ്വീകരിച്ചത്. നമ്മുടെ ഫെഡറലിസം സംബന്ധിക്കുന്ന ഭരണഘടനയുടെ 356-ാം അനുച്ഛേദം അനുസരിച്ചിട്ടുള്ള കേന്ദ്രത്തിലെ അധികാരങ്ങൾ സംബന്ധിക്കുന്ന ഒരു പ്രാമാണിക വിധിന്യായം കൂടിയായിരുന്നു SR ബൊമ്മൈ കേസ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട 1-2 സംഗതികൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ബൊമ്മൈ കേസിൽ
യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് സുപ്രീം കോടതി വിധി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്ന കേസായിരുന്നില്ല SR ബൊമ്മൈ കേസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. പലപ്പോഴും നിയമതത്വങ്ങൾ നമുക്ക് പലപ്പോഴും ആത്യന്തികമായി വളരെ വിശദമായി വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ റിട്ടറിക്സ് എന്ന് പറയാവുന്ന വിധത്തിൽ പറയാവുന്നതാണ്. പക്ഷേ ഇത്തരം കേസുകളിൽ എപ്പോഴും വളരെയധികം പ്രസക്തമായി വരുന്നത് താങ്കൾ ചോദ്യത്തിൽ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ടൈം ഫാക്ടർ തന്നെയാണ്. അതിൻ്റെ ഒരു ക്ലാസിക് കേസാണ് ഒരു പക്ഷേ ഉത്തരാഖണ്ഡിലുണ്ടായ കേസും പിന്നീട് അരുണാചൽ പ്രദേശിലുണ്ടായ കേസും. അരുണാചൽ പ്രദേശിൽ ഗവർണർ വഴിവിട്ട് കളിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. അരുണാചൽ പ്രദേശിൻ്റെ സവിശേഷ സാഹചര്യം പിന്നീട് ആ കേസ് വിഷയം അപ്രസക്തമായി. കാരണം എല്ലാവരും ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ പുറകിൽ പോയതോട് കൂടിയിട്ട് ആ പ്രശ്നത്തിൻ്റെ സ്വഭാവം മാറി എന്നുള്ളത് വിഷയം വേറെ. പക്ഷേ അരുണാചൽ പ്രദേശ് കേസിലാണ് ഫ്ലോർ ടെസ്റ്റിൻ്റെ ആത്യന്തികമായ ഫലത്തെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിൽ ഗവർണർ കളത്തിലിറങ്ങി കളിക്കുന്നത് ശരിയല്ല എന്നുള്ള വളരെ ശക്തമായ താക്കീത് പേമ ഖണ്ഡുവിൻ്റെ കേസിൽ സുപ്രീം കോടതി മുൻപോട്ട് വെച്ചത്. അതൊരു പക്ഷേ ബൊമ്മൈ കേസിൽ ഉപരിയായി അതായിരിക്കും തമിഴ്നാടിലെ സംഭവ വികാസങ്ങളിൽ വളരെ പെട്ടെന്ന് നേരിട്ട് പ്രസക്തമായിട്ടുള്ളൊരു വിധി. ഇവിടെ പേമ ഖണ്ഡുവിൻ്റെ കേസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, അരുണാചൽ പ്രദേശ് കേസിലെ വിധി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗവർണർക്ക് വിഷയത്തെ ആവുന്നത്ര വേഗം മറ്റ് തരത്തിലുള്ള രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള വഴിവിട്ട പരിശ്രമങ്ങൾക്കോ ഇടം കൊടുക്കാതെ വളരെ പെട്ടെന്ന് സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ, അതും പ്രധാനമാണ്, നിയമസഭയിൽ വെച്ച് ബന്ധപ്പെട്ട ആളുകൾ അവരുടെ ഭൂരിപക്ഷം തെളിയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, അതിന് പ്രതികൂലമായി പ്രവർത്തിക്കാതിരിക്കുക, അതിന് പ്രതികൂലമാകുന്ന വിധത്തിൽ വഴിവിട്ട രീതിയിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കുക, ഭരണഘടനാപരമായ അച്ചടക്കം പാലിക്കുക, ഇതൊക്കെയാണ് ഗവർണർക്ക് മുമ്പിലുള്ള ഭരണഘടനാപരമായ ബാധ്യതകൾ. അരുണാചൽ പ്രദേശ് കേസിലൂടെ ഉരുത്തിരിയുന്ന തത്വം അതാണ്. അതുപോലെ തന്നെയാണ് ഉത്തരാഖണ്ഡ് കേസിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ നിന്ന് പോയിട്ടുള്ള ഉത്തരാഖണ്ഡ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് KM ജോസഫ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി. ആ വിധിയിലാണ് അവിടെ പെട്ടെന്ന് കേന്ദ്ര ഭരണം കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്ത കേന്ദ്ര ഗവൺമെൻറ്റിനെ ഡിവിഷൻ ബെഞ്ച് ശക്തിയായി വിമർശിച്ചതും പിന്നീട് സുപ്രീം കോടതി ആ വിധിയെ ഫലത്തിൽ, അന്തിമ വിധിയിലൂടെ അല്ലെങ്കിലും ഫലത്തിൽ ഉത്തരവുകളിലൂടെ ശരിവച്ചതും. അപ്പോൾ ഞാൻ തിരിച്ചു വരാം ശ്രീ കാളീശ്വരൻ താങ്കളിലേക്ക്. ഞാൻ ഒന്ന് പന്തളം സുധാകരനിലേക്ക് പോയതിനു ശേഷം താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ പന്തളം സുധാകരൻ, അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ പലതവണ കയറി വന്ന വഴിവിട്ട രീതികൾ എന്നത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഈ വഴിവിട്ട രീതികൾ എവിടെ ഉണ്ടാകുന്നു. രാഷ്ട്രീയമായിട്ട് ഈ MLA മാർ എവിടെ പോയി എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. MLA മാർ എവിടെ പോയി എന്ന ചോദ്യത്തിന് കോടതിക്ക് തന്നെ കൊടുത്ത മറുപടി MLA മാർ എവിടെയും പോയിട്ടില്ല, MLA ഹോസ്റ്റലിനകത്തുണ്ട് എന്നാണ്. MLA ഹോസ്റ്റലിനകത്ത് ഇല്ല എന്ന് മാധ്യമങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അവർ ഏതോ റിസോർട്ടിനകത്ത് ടെലഫോണിലൂടെ പോലും കിട്ടാത്ത വിധം അടച്ചിട്ടിരിക്കുകയാണ്. വഴിവിട്ട രീതികളാണവ. നടക്കാത്തതല്ല, പക്ഷേ വഴിവിട്ട രീതികളാണ്. ഗവർണറുടെ ഇത്ര സമയം വൈകിയ നിലപാട്, അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്ന നിലപാടിനകത്ത് രാഷ്ട്രീയ ഛായ ഉണ്ടാകാം എന്ന ആരോപണങ്ങളുണ്ട്. അതും വഴിവിട്ടതാണ് എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്ന ആളുകളുണ്ട്. ഈ ജനാധിപത്യത്തിന്റെ പ്രാഥമികമായ അന്തസ്സത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏത് വിധത്തിലാണ് അവിടെ നടക്കുന്നതെന്നാണ് താങ്കൾ കാണുന്നത്? അല്ല, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായതുകൊണ്ട് തമിഴ്നാട്ടിലെ ഈ രാഷ്ട്രീയ മാറ്റങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ. യഥാർത്ഥത്തിൽ നിർഭാഗ്യകരമായ ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം ആണ് ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ഭരണ പ്രതിസന്ധി അനിശ്ചിതത്വം അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഈ ഗവർണർക്ക് വഴിവിട്ട ഒരു തീരുമാനമൊന്നും എടുക്കാൻ കഴിയില്ല. അത് സുപ്രീം കോടതി തന്നെ നല്ല ഷോക്ക് കൊടുത്തിട്ടുള്ള സമീപകാല ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു വഴിവിട്ട നീക്കത്തിലേക്ക് രാജ്ഭവൻ നീങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ പ്രധാനമായിട്ടും ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം അതാണ് സത്യം. അതായത് ഫ്ലോർ ടെസ്റ്റ്, നിയമസഭയ്ക്കുള്ളിലുള്ള ശക്തി പരീക്ഷണം, അത് തന്നെയാണ്
ഇതിൻ്റെ ഏറ്റവും വലിയ പോംവഴി. ഇപ്പോൾ രണ്ട് പക്ഷത്തെ ഇട്ട് നിലവിലുള്ള ചീഫ് മിനിസ്റ്റർ, ഇപ്പോൾ അദ്ദേഹം കാവൽ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അത് ശരിയാണെങ്കിൽ രാജി സ്വീകരിച്ച ഒരു ഗവർണർ എങ്ങനെ വീണ്ടും അത് റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിയമപരമായി സമീപിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഒരു വശത്ത് നിൽക്കുന്ന ശ്രീമതി ശശികല, അവരോടൊപ്പമാണ് ഈ MLA-മാർ എന്ന് അവർ പറയുന്നു. അപ്പോൾ എണ്ണത്തിന് തന്നെയാണ് പ്രാധാന്യം. നേരത്തെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് സാറിന് ബസ്സിലൊക്കെ കയറ്റി MLA-മാരെ ഇങ്ങനെ ഒളിച്ചുകൊണ്ട് ക്രിമിനലുകളെ പോലെ താമസിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് ഈ ആയാറാം ഗയാറാം കാലഘട്ടമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ തുല്യമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒന്നുകൂടെ ശ്രീ രാധാകൃഷ്ണൻ നായരിലേക്ക് പോയതിനു ശേഷം ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ നായർ, ഗവർണറെ വെച്ചുള്ള വഴിവിട്ട കളിയുടെ പേരിൽ BJP സമീപകാലത്ത് മറ്റ് ശ്രീ കാളീശ്വരൻ രാജ് ചൂണ്ടിക്കാണിച്ച സംസ്ഥാനങ്ങളിൽ പഴി കേട്ടിട്ടുണ്ട്, വിമർശനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ഈ അത്തരം കളികളൊന്നും സ്വാഭാവികമായും ഇവിടെ നടക്കുകയില്ല എന്ന് വിചാരിക്കാം. പക്ഷെ അപ്പോൾ തന്നെയും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംഗതികളിൽ BJPക്ക് കേന്ദ്ര സർക്കാരിന് ഉള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ആ താല്പര്യങ്ങൾ ഉണ്ടാകുന്നത്? വളരെ ക്ലിയർ ആണ്. ഒരു എൻട്രി കിട്ടാത്ത ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട്ടിൽ. ഇന്ന് വരെ ഒരു MP അല്ലാതെ ഇവിടെ അവർക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ ആ സ്റ്റേറ്റിൽ ഒരു പൊളിറ്റിക്കൽ എൻട്രി കിട്ടാനുള്ള ഒരു പൊളിറ്റിക്കൽ വാക്യൂം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുടെ സമയമാണ്. ജയലളിത എന്ന ഒരു വലിയ ലീഡറും കരുണാനിധിയുടെ ഇറയും തമിഴ്നാട് പൊളിറ്റിക്സിന്റെ അടുത്ത ജനറേഷനിലേക്ക് പോവാണ്. ശശികലയാണോ സ്റ്റാലിനാണോ? അപ്പോൾ BJP കാണുന്ന ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ സ്റ്റേറ്റ് അങ്ങനെ വിട്ടുകളയാൻ BJPക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ദ്രവിഡ പൊളിറ്റിക്സിൽ വളരെ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ പോലും BJPക്ക് ഒരു എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ട്രൈ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിൽ തെറ്റുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ഒരു ഫുട് ഹോൾഡ് കിട്ടാൻ പറ്റുമോ എന്നുള്ളത് ഒരു തുടക്കം. ഇന്ന് വരാൻ പറ്റില്ല, നാളെ, ഇന്നിപ്പോൾ. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ പൊളിറ്റിക്സിൽ ഒരു വലിയ വാക്യൂം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് എങ്ങനെ അവരെ ഹാർനസ് ചെയ്യാം? ഇത് പെർട്ടിക്കുലർലി ഇതിനകത്ത് ഇതിപ്പം OPS-നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടോ അവർക്ക് ശശികലയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടോ അവർക്ക് പെർട്ടിക്കുലർലി രണ്ടുപേരും അവർക്ക് ഒരു ഈക്വൽ ആംസ് ലെങ്തിലാണ് നിൽക്കുന്നത്. അവരുടെ മെയിൻ വറി ശശികലയ്ക്ക് എന്തെങ്കിലും പറ്റി അവർ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആരുടെ കയ്യിൽ ചെന്ന് പെട്ടുമെന്നുള്ള ഒരു വലിയൊരു ഡൗട്ടുണ്ട്. അപ്പം അത് പ്രിവെന്റ് ചെയ്യാന്നുള്ള ഒരു വലിയൊരു ടെൻഷനാണ് BJPക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം മനസ്സിലാക്കുന്നത് ADMK-യുടെ പനീർസെൽവത്തിന്റെ കൂടെയുള്ള മൈത്രേയൻ നമ്മളടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ 30 MLA-മാര് ആ മഹാബലിപുരത്തെ റിസോർട്ടിൽ ഫാസ്റ്റ് ചെയ്യാണ്. അവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് 200ഓളം അവിടെയുള്ള ഗ്രാമവാസികൾ ആ ഹോട്ടലിന് ചുറ്റിനും കൂടി നിൽക്കുന്നു. അപ്പം ഭയങ്കരമായ ഒരു ലേറ്റ് നൈറ്റ് ഡ്രാമ നടക്കുകയാണ്. ഈ നമ്പറാണ് DMK പബ്ലിക്കലി ഈ 89 MLA-മാരും പനീർസെൽവത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഒഫീഷ്യലി അവർ ചിലപ്പോൾ ഗവർണറെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു കണക്കിന്റെ കളിയിലേക്ക് മാറുകയാണ്. പ്രധാനപ്പെട്ട പുതിയൊരു വിവരമാണ് അദ്ദേഹത്തിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഈ റിസോർട്ടിനകത്ത് ശശികല കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്ന 130 MLA-മാരിൽ 30ഓളം പേർ അവിടെ നിരാഹാര സമരം നടത്തുകയാണ് എന്ന വിവരം ആണ് അദ്ദേഹത്തിൽ നിന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്നത്. പനീർസെൽവത്തിന് കൂടുതൽ MLA-മാരുടെ പിന്തുണ കിട്ടുന്നു. രാഷ്ട്രീയ നാടകം കൂടുതൽ തീവ്രമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീ PS ശ്രീധരൻപിള്ള, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ശ്രീ കാളീശ്വരൻ രാജിലേക്ക്. ശ്രീ കാളീശ്വരൻ രാജ്, ഇതിന്റെ നിയമപരമായിട്ടുള്ള സംഗതികൾ എന്നൊക്കെ മാറ്റിവെച്ചാൽ തന്നെയും രാഷ്ട്രീയം അതിന്റെ ജനാധിപത്യപരമായിട്ടുള്ള രീതികളിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. ഇത് സ്വാഭാവികമാണെങ്കിൽ നടക്കുന്ന കാര്യമാണ്. തമിഴ്നാട്ടിൽ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾക്ക് പഞ്ഞമുള്ള സ്ഥലവുമല്ല. എങ്കിൽ തന്നെയും ഈ പറയുന്നത് പോലെ MLA-മാരിൽ നിന്ന് വെള്ളക്കടലാസിൽ ഒപ്പിട്ട് വാങ്ങിക്കുക, ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അവരെ കടത്തിക്കൊണ്ടുപോയി രഹസ്യമായി പാർപ്പിക്കുക, അവിടെ അവർക്ക് നിരാഹാര സമരത്തിൽ ഏർപ്പെടേണ്ടി വരിക, ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതാണ് പനീർസെൽവം ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ എന്നെ സമ്മർദ്ദപ്പെടുത്തിയിട്ടാണ് രാജി എഴുതി വാങ്ങിച്ചത്, ഇങ്ങനെയൊക്കെയാണ് MLA-മാരെ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നത്, അതൊന്നും ശരിയായ കാര്യങ്ങളല്ല, എനിക്ക് ഫ്ലോറിൽ ആത്മവിശ്വാസമുണ്ട് വിജയിക്കാനാകും, ഭൂരിപക്ഷം തെളിയിക്കാനാകും എന്ന് പറയുമ്പോൾ പനീർസെൽവത്തിന് തന്നെ മുൻതൂക്കം കൊടുക്കുക എന്ന നിലയിലേക്ക് ഗവർണർക്ക് എത്തിച്ചേരാനാകുമോ? ഇവിടെ വളരെ പ്രവചനത്തിന് അതീതമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയിൽ പുതുതായിട്ടുള്ള കാര്യമല്ല. എപ്പോഴൊക്കെ ഈ രീതിയിലുള്ള സന്നിഗ്ധതകൾ ഉണ്ടായിട്ടുണ്ടോ, എപ്പോഴൊക്കെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, പലപ്പോഴും അത്
നിയമപരമായി അല്ലെങ്കിൽ ഭരണഘടനാപരമായി താത്വികമായിട്ടായിരുന്നില്ല അരങ്ങേറിയിരുന്നത്. താങ്കൾ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിന് അതിൻ്റേതായിട്ടുള്ള ഗെയിം പ്ലാനുകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള സമവാക്യങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള സന്നിഗ്ധതകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള അപ്രവചനീയത ഉണ്ട്. ഇതൊക്കെ എപ്പോഴും നടന്നിട്ടുണ്ട്. മിക്ക സംസ്ഥാനങ്ങളിലും ഇതുപോലെ പ്രശ്നം വന്നപ്പോൾ, കർണാടകത്തിലാകട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിലാകട്ടെ, അരുണാചൽ പ്രദേശിലാകട്ടെ, പല ഘട്ടങ്ങളിലായിട്ട് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ സമാനമായിട്ടുള്ള നാടകങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത്, ചുരുക്കി പറഞ്ഞാൽ, ഇതിലുള്ളൊരു സമാധാനം എന്ന് പറയുന്നത് മെച്ചപ്പെട്ട ഒരു ഭരണഘടനാ സംസ്കൃതി നമ്മുടെ നിയമസഭാ സാമാജികർ കാണിക്കുക എന്നത് മാത്രമാണ്. അത് പക്ഷേ ഒരു വിദൂരമായ സ്വപ്നം മാത്രമാണ്. ഡോക്ടർ അംബേദ്കർ പറയുകയുണ്ടായി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഈസ് സംതിങ് വിച്ച് ഈസ് ടു ബി കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. അത് ഇറ്റ്സ് ഓൺലി ഡെമോക്രസിയെ പറ്റി തന്നെ, ജനാധിപത്യം പോലും ഡോക്ടർ അംബേദ്കറുടെ ഭാഷയിൽ ഡെമോക്രസി ഈസ് ഓൺലി എ ടോപ്പ് സോയിൽ എന്നാണ് പറഞ്ഞത്. പലപ്പോഴും ആ ടോപ്പ് സോയിലിനപ്പുറം, മേൽമണ്ണിനപ്പുറം ഇതൊക്കെ തന്നെയാണ് ഈ തമിഴ്നാട്ടിൽ കാണുന്നതും ഇല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനു മുമ്പ് ഇത്തരം സന്ദർഭങ്ങളിൽ കണ്ടതുമൊക്കെയാണ് ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തനി നിറം എന്ന് പറയുന്നത്. അത് എങ്ങനെ ആയിത്തീരും എന്നുള്ളത് കാത്തിരുന്ന് കാണാനേ പറ്റൂ. പ്രത്യേകിച്ചും സുപ്രീം കോടതി ശശികലയുടെ കേസിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു വിധി പറയാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് സംഭവങ്ങളും, ഈ രണ്ട് വിഷയങ്ങളും കൂടിക്കലർന്ന് എങ്ങനെ പരിണമിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും പ്രവചിക്കുവാനുള്ള ശക്തിയും ത്രാണിയും യഥാർത്ഥത്തിൽ എനിക്കില്ലെന്ന് സമ്മതിക്കുകയാണ്. ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, അപ്രവചനീയമാണ് ഇത്. ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ ഗെയിം പ്ലാനുകളാണ് നടപ്പാക്കുക. താത്വികമായി ജനാധിപത്യം ഉദാത്തമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ഇത്തരം കാര്യങ്ങൾ എല്ലായിടത്തും നടക്കാറുണ്ട്. ആ വളരെ സാധാരണമായ നിലക്ക് നോക്കിയാൽ, അതിൻ്റെ മേൽമണ്ണ് എന്ന നിലക്ക് പരിഗണിച്ച് നോക്കിയാൽ, ഈ പനീർസെൽവം എന്ന രാഷ്ട്രീയക്കാരൻ നേതാവ് അങ്ങേയറ്റം ഗംഭീരമായിട്ടുള്ള രാഷ്ട്രീയ ഗെയിമാണ് കളിക്കുന്നത് എന്ന തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് തന്നെ ആത്യന്തികമായ വിജയം അദ്ദേഹത്തിനൊപ്പമായിരിക്കും എന്നും കണക്കാക്കേണ്ടതുണ്ടോ? ഈ പറയുന്നത് പോലെ 2 ദിവസം മൗനിയായിട്ടിരിക്കുക, വിധേയനാണ് എല്ലാവർക്കും എന്ന തോന്നലുണ്ടാക്കുക, വളരെ പെട്ടെന്ന് മുന്നിലേക്ക് വന്ന് കാര്യങ്ങളെ പിടിച്ചടക്കുന്ന നിലയിലേക്ക് വരിക, നമ്മൾ കരുതിയിരുന്നതിൽ നിന്നും വ്യത്യസ്തനായ കരുത്തനായ ഒരു നേതാവ്, ആത്മവിശ്വാസമുള്ള നേതാവ് എന്ന നിലയിലേക്ക് വരിക, ഇത് പ്രതീക്ഷിക്കപ്പെട്ടതാണോ? അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിനൊപ്പമായിരിക്കും AIADMKയിലെ കൂടുതൽ MLA-മാർ നിൽക്കുക, ആത്യന്തിക വിജയം അദ്ദേഹത്തിനാണ് ഉണ്ടാവുക എന്നിപ്പോൾ പ്രവചിക്കുന്നതിനല്ല, എന്നിപ്പോൾ കരുതുന്നതിന് തടസ്സങ്ങളുണ്ടോ? അല്ല, ആത്യന്തികമായി അതിപ്പം സനീഷിൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. ഞാനിപ്പോൾ എൻ്റെ പാർട്ടിക്കൊരു അഭിപ്രായം പറയാത്തിടത്തോളം കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് പരിശോധിക്കുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ എന്നാലും ഞാൻ വ്യക്തിപരമായ അഭിപ്രായം പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, താങ്കൾ ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ കളികൾ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയ ചരിത്രം അറിഞ്ഞിട്ടുണ്ട് എന്നുകൊണ്ട് വ്യക്തിപരമായിട്ട് താങ്കളുടെ അഭിപ്രായം, ഈ 2 നേതാക്കളിൽ നിന്ന് ഇതിനകം രാഷ്ട്രീയമായ ശേഷി കാണിച്ചിട്ടുള്ളത് പനീർസെൽവമാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? താങ്കൾ അത് പങ്കുവെക്കുന്നുണ്ടോ? അപ്പം ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പം ഇപ്പം ഈ ഒപ്പിടുന്നതിന് പറഞ്ഞില്ലേ, ഫ്രോഡ്, കൊയേഴ്സൺ, നിർബന്ധിച്ച്, അല്ലെങ്കിൽ ആ നിർബന്ധം ഞാൻ പറഞ്ഞല്ലോ, മാനസികാവസ്ഥ മതി. ആ മാനസികാവസ്ഥയിൽ സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം എവിടെ വെച്ച് ഒപ്പിട്ടു എന്നുള്ളതും ആ സാഹചര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, എൻ്റെ ഒപ്പ് ഇങ്ങനെ ഒബ്റ്റെയിൻ ചെയ്തതാണ്, എൻ്റെ ഫ്രീ വില്ലല്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ അത് റിലവൻ്റായ ഒരു ഫാക്ടറാണ്. ഗവർണർക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല, ഗവർണർക്ക് അതിൽ ആക്ട് ചെയ്യാനും സാധിക്കും എന്നാണ് എൻ്റെ നിയമപരമായ അഭിപ്രായം. അതാണ് അങ്ങനെ ചെയ്ത പിന്നെ രണ്ടാമത് എൻ്റെ ധാർമ്മികതയെ സംബന്ധിച്ചും ഉണ്ട്. അതിലാണ് ഞാൻ ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറയാനിടയായത്. ശ്രീമതി ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് നിലം സജീവ റെഡ്ഡിയെ ഇന്ത്യൻ രാഷ്ട്രപതിയാക്കാൻ തീരുമാനിക്കുകയും പ്രധാനമന്ത്രി എന്ന നിലയിൽ അവർ പേര് പ്രപ്പോസ് ചെയ്തുകൊണ്ട് അതിൽ നോമിനേഷൻ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു. ആ ഒപ്പിട്ട് കൊടുത്ത് രാജ്യത്തെമ്പാടും കോൺഗ്രസ് പാർട്ടി പ്രചരണം നടക്കുമ്പം പിന്നെ അവർ ആ അഭിപ്രായത്തിൽ നിന്ന് മാറിയിട്ടല്ലേ VV ഗിരി ഇന്ത്യയുടെ രാഷ്ട്രപതിയായത്. അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയ രംഗത്തുള്ളതാണ്. ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്, നിയമപ്രശ്നമുണ്ട്. ഇതെല്ലാം ഗവർണർ പരിശോധിക്കുന്നതിൽ പ്രാഥമികമായി ഗവർണറാണ് പരിശോധിക്കേണ്ട ആൾ, മറ്റൊരു സംവിധാനമല്ല. കോടതി എക്സ്ട്രാ ഓർഡിനറി ജുറിസ്ഡിക്ഷനാണ്, അസാധാരണമായ ജുറിസ്ഡിക്ഷനെ കോടതിക്കുള്ളൂ. അതുകൊണ്ട് സാധാരണ ജുറിസ്ഡിക്ഷൻ ഉള്ളത് ഗവർണറിലാണ്.
ഗവർണർ അക്കാര്യത്തിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. രണ്ടാമത് താങ്കൾ ചോദിച്ചത് നമ്മുടെ ഇതിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ പറഞ്ഞ BJP-യുടെ കാര്യത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ഞാൻ 2 തവണ DMK-യുമായിട്ടും ADMK-യുമായിട്ടും BJP ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയി 13 ദിവസം ഭരിച്ചപ്പോൾ മുരശിരിമാരനാണ് യു ആർ എ ചീറ്റ്, യു ആർ എ ഫാസിസ്റ്റ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞത്. പക്ഷെ ഒരു കൊല്ലത്തിനുള്ളിൽ അതേ ആൾ തന്നെ, അതേ മുരശിരിമാരൻ തന്നെ വാജ്പേയിയോടൊപ്പം കൂടിയിട്ട് കേന്ദ്രത്തിൽ മന്ത്രിയായതും DMK അങ്ങോട്ട് കൂടിയതുമൊക്കെയുള്ള സാഹചര്യം അന്ന് 1 MP അല്ല 2 MP അല്ല അതിനപ്പുറം കിട്ടിയ സാഹചര്യങ്ങൾ BJP-ക്ക് കിട്ടിയ ചരിത്രവുമുണ്ട്. പിന്നീട് ADMK ആയിട്ട് കൂടി 2004 പരാജയമായി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് BJP-ക്ക് അപ്രാപ്യമായ മേഖലയൊന്നുമല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ദേശീയ കക്ഷി ഒരു പ്രധാനപ്പെട്ട 40 MP-മാരെ തെരഞ്ഞെടുത്തയക്കുന്ന ഒരു സ്റ്റേറ്റിൽ അതിൻ്റെതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതിനുണ്ടാവും. തീർച്ചയായും അവിടെയാണ് താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വേണ്ടത്. ശ്രീ PS ശ്രീധരൻപിള്ള, അവിടെയാണ് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം, പറയാൻ പറ്റുന്ന അഭിപ്രായം എനിക്ക് വേണ്ടത്, നാട്ടുകാർക്ക് കേൾക്കേണ്ടത് അതാണ്. അതായത് 37 അംഗങ്ങളുണ്ട് ലോക്സഭയിൽ, രാജ്യസഭയിൽ 13 അംഗങ്ങളാണ് ADMK-ക്ക്. ഈ രാജ്യസഭയിലെ 13 അംഗം എന്നത് നിസ്സാരമായ കാര്യമല്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശേഷി നൽകുന്നതാണ് ADMK-യുടെ 13 രാജ്യസഭാ അംഗങ്ങളെ ഇങ്ങോട്ടെത്തിക്കുക, തങ്ങൾക്ക് അനുകൂലമായ നിലപാടിലേക്ക് എത്തിക്കുക എന്ന്. സ്വാഭാവികമായും ഇതുപോലൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP ഇടപെടുമല്ലോ. താങ്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്, BJP രാഷ്ട്രീയമായിട്ട് BJP-ക്ക് അനുകൂലമായിട്ടുള്ള BJP ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ, ഭരണത്തെ ഉറപ്പിക്കാനൊക്കെ ഈ കാര്യങ്ങൾ സഹായിക്കും. അതുകൊണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ എവിടേക്ക് പോകുന്നതാണ് ഇപ്പോൾ? അങ്ങനെ ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത്, ജയലളിതയുടെ മരണ ദിവസം, സംസ്കാര ദിവസം നരേന്ദ്രമോദി ശശികലയുടെ നെറുകയിൽ കൈവച്ചതിന് പോലും രാഷ്ട്രീയമായ അർത്ഥങ്ങളുണ്ട് എന്ന് കണ്ട രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. അവിടെ സ്വാഭാവികമായിട്ടും ഈ നമ്പേഴ്സ് നൽകുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളുമുണ്ട് BJP-ക്ക്. അത് ആരോടൊപ്പം നിന്നാലായിരിക്കും ഗുണം ചെയ്യുക എന്നാണ് രാഷ്ട്രീയ നേതാവ്, രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലക്ക് താങ്കളുടെ അഭിപ്രായം. അത് കേൾക്കാൻ ആളുകൾക്ക് കൗതുകമുണ്ടാകും. സജീഷ്, അതിലേ ഞാൻ ഈ പറഞ്ഞു വരുന്ന അവസരത്തിൽ BJP ഒരു തീരുമാനം ഔപചാരികമായി എടുക്കാത്ത കൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമി ഇപ്പോൾ ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞില്ലേ. അപ്പോൾ പറയാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അപ്പോൾ ഈ 2 തുല്യതയിൽ ഒരു പക്ഷേ താങ്കൾ പറഞ്ഞ, സജീഷ് പറഞ്ഞ കാര്യം തന്നെ ശരിയായിരിക്കാം. ഈ 2-ലെ ആരാണ് ഒന്ന് ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്നിട്ട് തീരുമാനം എടുക്കാം എന്നുള്ള നിലക്ക് വളരെ ബുദ്ധിപൂർവമായി, വളരെ തന്മയത്വത്തോട്, ദൂരക്കാഴ്ചയോട് BJP ഒരുപക്ഷെ കാത്തിരിക്കുന്ന സ്റ്റേജിലായിരിക്കാം. കാരണം താങ്കൾ പറഞ്ഞ പോലെ 13 രാജ്യസഭയിലെ അംഗങ്ങളുള്ളത് ഇന്ന് ഏറ്റവും സുപ്രധാനമായ ഒരു പ്രാധാന്യമുള്ളൊരു വിഷയമാണത് BJP-യെ സംബന്ധിച്ചിടത്തോളം, രാജ്യസഭയിൽ പ്രത്യേകിച്ച്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഗുണകരമാകുന്ന, നരേന്ദ്രമോദി നൽകുന്ന നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന് ഗുണകരമാകുന്ന തീരുമാനത്തിലേക്ക് BJP നിൽക്കും. ഫുട്ബോൾ ഗ്രൗണ്ടിലെ കാഴ്ചക്കാരെ പോലെ BJP മാറി നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതിനുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. എല്ലാം ഗവർണറുടെ റിപ്പോർട്ടാണ് അതിൻ്റെ അടിസ്ഥാനം. ഫുട്ബോൾ ഗ്രൗണ്ടിലെ കളിക്കാരെ, കാഴ്ചക്കാരെ പോലെ മാറി നിൽക്കുകയില്ല BJP എന്നത് താങ്കൾക്കും അറിയാം. പക്ഷേ ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ശ്രീ പന്തള സുധാകരൻ, പക്ഷേ കോൺഗ്രസ് ഇവിടെ കാഴ്ചക്കാരുടെ നിലയിലാണ്. കോൺഗ്രസ് കാഴ്ചക്കാരുടെ നിലയിലാകുന്നതിൽ അത്ഭുതമൊന്നുമില്ല, അതിൽ കാര്യവുമില്ല. അവിടെ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ്. അവിടെ ഇപ്പോൾ DMK പനീർശെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫ്ലോറിൽ ടെസ്റ്റ് വരികയാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ തമ്മിലുള്ള കളിയാണ് അവിടെ, അവർക്കകത്തെ പ്രശ്നങ്ങൾ തമ്മിലുള്ള കളിയാണ്. കോൺഗ്രസിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ അവിടെ BJP കളിക്കുന്ന രാഷ്ട്രീയ കളിയുണ്ടല്ലോ. BJP ഈ നമ്പേഴ്സ്, രാജ്യസഭയ്ക്കകത്തെ ഈ നമ്പേഴ്സ് പ്രധാനമാകുന്നത് കോൺഗ്രസിനെ കൂടെ ബാധിക്കുന്ന, തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുമ്പോൾ കോൺഗ്രസിനെ കൂടെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് അവർക്ക് അനുകൂലമായ ഊന്നൽ നൽകുകയാണ് ചെയ്യുക. BJP-യുടെ ആ രാഷ്ട്രീയ കളിയെ നമുക്കറിയുകയില്ല അവർ കളിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ BJP-യുടെ ആ രാഷ്ട്രീയ കളിയെ താങ്കൾ എങ്ങനെയാണ് കാണുക? അതിനെ അധാർമികമായത് എന്ന് വിലയിരുത്തുന്നതിൽ കഥയുണ്ടാകുമോ? അല്ല, ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. കോൺഗ്രസിൻ്റെ, അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ ഒരു ഔദ്യോഗികമായ നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികരിച്ചിട്ടില്ല അതിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരിക്കലും തമിഴ്നാട് പോലെ ഒരു ഏറ്റവും സമ്പന്നമായ ഒരു സംസ്ഥാനത്തിൻ്റെ, ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ അനിശ്ചിതത്വം കണ്ട് കൈകെട്ടി നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പ്രതികരിച്ചേ മതിയാകൂ. ഞങ്ങൾ പ്രതിപക്ഷത്താണോ ഭരണകക്ഷിയാണോ എന്നതിനേക്കാൾ അപ്പുറമായി ദേശീയ തലത്തിലുള്ള മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ
ഉചിതമായ സമയത്ത് ഞങ്ങളുടെ നേതാക്കന്മാരത് ഇടപെടും. പക്ഷേ ഇവിടെ ഇപ്പോൾ ആശങ്കയുള്ളതും അതുപോലെ തന്നെ കുറുക്കൻ്റെ കണ്ണുകളുമായി നിൽക്കുന്ന യഥാർത്ഥത്തിൽ BJP ആണ്. കാരണം ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള പറഞ്ഞത് ശരിയാണ്. 13 രാജ്യസഭാ മെമ്പർമാർ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ട് എന്നുള്ള നിസ്സാര കാര്യമല്ല. അപ്പോൾ അവർ ഏതെല്ലാം തരത്തിൽ പ്രീണിപ്പിച്ച് തങ്ങളുടെ പക്ഷത്ത് നിർത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തുടക്കമാണ് യഥാർത്ഥത്തിൽ ജയലളിതയുടെ ആ മരണസമയത്ത് അതിനുശേഷമുള്ള ശവസംസ്കാര ചടങ്ങിലൊക്കെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ വന്ന് BJPയുടെ നേതാക്കന്മാർ അവിടെ വന്ന് കാണിച്ച നാടകം എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കാൻ തീർച്ചയായും അവിടെയുള്ള ദ്രാവിഡ കക്ഷികൾക്ക് മാത്രമേ കഴിയൂ. അവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. മാത്രമല്ല ഇപ്പോൾ സനൂഷ് തന്നെ പറഞ്ഞത് ഈ MLA-മാർ താമസിക്കുന്ന റിസോർട്ടിൽ നാട്ടുകാർ പ്രതിരോധിക്കുന്നു, അവർ MLA-മാർ ഫാസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ വരുന്ന രാത്രിയിൽ ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുക അവിടെ? എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു സംസ്ഥാനത്തെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു ചെറിയ നിസ്സാര കാര്യമല്ല. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും താല്പര്യമാണ്, ലക്ഷ്യവുമാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ ദ്രവിഡ കക്ഷികൾ നടത്തുന്ന ഈ നീക്കത്തെ അപകടപ്പെടുത്താതെ ആ നാടിന് അപകടം ഉണ്ടാകുന്ന തരത്തിലേക്ക് പോകാതെ സൂക്ഷിക്കാൻ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഗവർണറുടെ തീരുമാനം വളരെ നിർണായകമാണ്. ഗവർണർ എന്ത് തീരുമാനിച്ചാലും അതിൽ ഫ്ലോറിലാണ് അത്. തീർച്ചയായും അതാണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള ഫലം വരേണ്ടത് അവിടെ നിന്നാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ രാധാകൃഷ്ണൻ നായർ, ഈ പറയുന്നത് പോലെ ആത്യന്തികമായിട്ടുള്ള ഫലം വരേണ്ടത് അവിടെ നിന്നാണ്. ആത്യന്തികമായിട്ട് ഒരു ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള അവർക്ക് മാത്രം കൂടുതൽ ഇടമുള്ളൊരു സ്ഥലവുമാണ്. പക്ഷേ ഈ പറയുന്ന 13 എന്ന രാജ്യസഭയിലെ അംഗത്വ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിക്കുകയും ഉണ്ടായി. അതുകൊണ്ട് BJPക്ക് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്താം, അവർ നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവരെ ഭയപ്പെടുത്തേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ല അവിടെ. അതായത് ഈ അല്പം മുമ്പ് വന്ന വാർത്ത DMK ഫ്ലോർ ടെസ്റ്റ് നടക്കുകയാണെങ്കിൽ പനീർ സെൽവത്തിന് പിന്തുണ കൊടുക്കും എന്നാണ്. അത് പൂർണ്ണ സ്ഥിരീകരണമായിട്ടുണ്ടോ എന്ന് എനിക്കറിയുകയില്ല. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വരികയാണെങ്കിൽ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച തമിഴ്നാട്ടിൽ തന്നെയുള്ള അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമായുള്ള ജാനകി രാമേന്ദ്രൻ 22 ദിവസത്തേക്ക് മത്സരിച്ച ആ കാലം, അതിനുശേഷം രാഷ്ട്രപതി ഭരണത്തിനും ശേഷം പിന്നീട് നേട്ടം കൊയ്തത് അപ്പുറത്തിരിക്കുന്ന പാർട്ടിയാണ്, DMK ആണ്. 12 വർഷക്കാലം അതുവരെ പ്രതിപക്ഷത്തിരുന്ന കരുണാനിധി പിന്നീട് മുഖ്യമന്ത്രിയാവുകയും അവരുടെ അധികാരത്തിലേക്കുള്ള വരവിനുമാണ് ആ സംഭവങ്ങളാകെ തന്നെയും ആത്യന്തികമായി ഫലമുണ്ടാക്കി കൊടുത്തത്. അങ്ങനെ ഒരു സാഹചര്യമില്ലേ? ഇതിനകത്ത് നിന്ന് ഈ പ്രശ്നങ്ങൾക്കൊടുവിൽ DMK സ്റ്റാലിൻ വന്ന് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഇറ തുടങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ വരികയില്ലേ? അങ്ങനെ ഒരു സാഹചര്യം BJP കാണുന്നുണ്ടാവുകയില്ലേ? BJP ഇത് അതുകൊണ്ടാണ് ഇപ്പൊ BJP ഒഫീഷ്യലി ഈ പറഞ്ഞ മാതിരി BJPയുടെ ഒഫീഷ്യൽ വ്യൂ നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ആരാ, ശശികലയാണോ അവർ സപ്പോർട്ട് ചെയ്യുന്നത്, OPS-നെയാണോ? BJP അതിൽ നിന്നും പാർട്ടി എന്ന രീതിയിൽ അവര് സുബ്രഹ്മണ്യൻ സ്വാമിയെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കമന്റ്സ് വയ്ക്കുന്നു. അതൊരു പൊളിറ്റിക്കലി വളരെ ക്ലെവറായിട്ടാണ് സുബ്രഹ്മണ്യൻ സ്വാമിയെ പാർട്ടി ഉപയോഗിക്കുന്നത്. അത് ഓക്കെ, ദാറ്റ് ഈസ് ഫൈൻ. പക്ഷെ ഇതിനകത്ത് അവർ നോക്കുന്നത് ചിലപ്പോൾ നാളെ DMK-ആയിട്ട് ഒരു അലയൻസ് വരാനും സാധ്യതയുണ്ട്. അത് BJP നേതാക്കൾ പറഞ്ഞ മാതിരി നാളെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ഇസ് നത്തിങ്. എല്ലാം എന്ന് വേണമെങ്കിലും ഇന്ന് സംസാരിക്കില്ല എന്ന് പറഞ്ഞവർ നാളെ സംസാരിക്കാം. അപ്പൊ അവര് പല പൊളിറ്റിക്കൽ ഇക്വേഷൻസ് ആണ് നോക്കുന്നത്. അപ്പം ദ്രാവിഡ പാർട്ടീസ് ഇല്ലാതെ BJPക്ക് അവിടെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല, അവർക്കറിയാം. അതുപോലെ തന്നെ ഈ രാജ്യസഭാ സീറ്റ്സ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ ഉത്തർപ്രദേശിലും പഞ്ചാബിലും ഒക്കെ BJPക്ക് ഈ സീറ്റുകൾ കുറയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് രാജ്യസഭാ നമ്പേഴ്സ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിലെ ഈ 13 എന്ന നമ്പർ വളരെ ക്രിട്ടിക്കലാണ്. അടുത്ത രാഷ്ട്രപതിയുടെ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ആരെ സപ്പോർട്ട് ചെയ്യണം, ഈ ADMKയുടെ സപ്പോർട്ട് വളരെ ക്രിട്ടിക്കലാണ്. അതുകൊണ്ടാണ് അവർ ശശികലയും ഒഫീഷ്യലി അവര് ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ഒഫീഷ്യലി അവർക്ക് ശശികലയെ കാട്ടി കൂടുതൽ ശശികലയുടെ ഹസ്ബൻഡിനെയാണ് പേടിയെന്നുണ്ടെങ്കിലും അവർ ശശികലയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഒഫീഷ്യലി അവർ ശശികല പറ്റൂല എന്ന് പറയുന്നില്ല, OPS വേണമെന്ന് അവർ പറയുന്നില്ല. അപ്പൊ അവർ വളരെ ക്ലെവറായിട്ട് അപ്പോഴാണ് OPS-ഉം ആലോചിച്ചു ഇതൊരു നല്ല ടൈമാണ് എനിക്ക് ഒരു എമർജ് ചെയ്യാനായിട്ടുള്ളത്. ഇന്ന് ഈ പനീർ സെൽവം ഈ 2017 ജയലളിതയായി മാറുക എന്നുള്ളത് നമ്മൾ നോക്കണം. അത് പക്ഷേ ഈ BJP ക്ലവറായിട്ട് കളിക്കുകയാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെല്ലാം രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം അങ്ങനെ വിചാരിക്കുമ്പോഴും അവർക്ക് തന്നെയും ഒരു പിടികിട്ടായികയുണ്ട് എന്ന സാധ്യത കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ടോ? എന്തുകൊണ്ടെന്നാൽ ഈ നമുക്ക് മനസ്സിലാകാത്ത അവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഇന്ന് എനിക്ക് ഒരു കാര്യം അറിയുന്ന, ഡൽഹിയില് ഇന്ന് സുപ്രീം കോടതിയിൽ 5, 6, 6:30 മണിക്ക് കോസ്റ്റ് ലിസ്റ്റ് ഇടും. നാളെ വരുന്ന കേസുകളുടെ കോസ്റ്റ് ലിസ്റ്റ് ഇടും. അത് ഇത്രയും അധികം സൂക്ഷ്മമായിട്ട്
ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു സർക്കാരും അത് നോക്കി അതിനകത്ത് ഈ കേസ് നാളെ ലിസ്റ്റ് ചെയ്യുകയോ ഇല്ലേ എന്നുള്ളത് ഇതിവിടെ ഡൽഹിയിലെ പവർ സെന്ററുകളിൽ ഡൽഹിയിലെ കേന്ദ്ര സർക്കാരും BJP പാർട്ടിയും എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് ഈ കോസ്റ്റ് ലിസ്റ്റ് നാളെ പേര് ഇടാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ശശികലയെ വിളിക്കാനായിട്ടുള്ള ഡിസിഷൻ ഡിലേ ചെയ്യാനായിട്ട്. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഡൽഹിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ശ്രീ PS ശ്രീധരൻപിള്ള, ഇതിൽ ധാർമ്മികത എന്നതൊക്കെ രണ്ടാമതാണ്. ആദ്യം ഇതിന്റെ രാഷ്ട്രീയമാണ്, നമ്പേഴ്സാണ്. അതുണ്ടാക്കുന്ന അധികാര രാഷ്ട്രീയത്തിലെ ചലനങ്ങളാണ് മുഖ്യം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും BJP അക്കാര്യത്തിൽ ധാർമ്മികത കുറെ കൂടെ പരിശോധിക്കും എന്ന് താങ്കൾ പറയും. അതിൽ കുഴപ്പമൊന്നുമില്ല താനും. പക്ഷേ ഈ തരം പിടികിട്ടായിക നമുക്ക് മാത്രമുള്ളതാണ്. ഇപ്പോൾ തമ്പിദുരൈയാണ് ആ പാർട്ടിക്കകത്ത് BJPയോട് അടുപ്പമുള്ള നേതാവ് എന്ന് മാധ്യമങ്ങളും അവിടെയുള്ള തമിഴ്നാട്ടിലെ നിരീക്ഷകരും ഒക്കെ പറയുന്നു. തമ്പിദുരൈ പക്ഷേ ശശികലക്കൊപ്പമാണ്. എന്നാൽ ശശികലയോടാണ് BJP ആദ്യഘട്ടത്തിൽ അടുപ്പം കാണിച്ചതെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ പനീർസെൽവത്തെ ഇത്രമാത്രം ധൈര്യത്തിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ BJP ഉണ്ട് എന്നൊരു തോന്നൽ മറ്റൊരു വശത്ത് നിന്ന് വരുന്നു. ഇത് യഥാർത്ഥത്തിൽ BJP സാമർഥ്യത്തോടെ കളിക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ BJPക്ക് തന്നെയും ഏത് നിലപാടെടുക്കണം എന്നത് അറിയാത്തത് കൊണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഈ കേസ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഈ കേസിൽ ഇതുപോലൊരു അഴിമതി കേസിൽ കുറ്റക്കാരിയായ ഒരാൾക്കൊപ്പം നിൽക്കുക എന്നത് രാഷ്ട്രീയമായി ഇതിനകം ഉണ്ടാക്കിയെടുത്ത ധാർമ്മിക പ്രതിബിംബത്തിന് വലിയ ദോഷമുണ്ടാക്കും എന്ന തോന്നൽ കൊണ്ടാവുകയില്ലേ? അങ്ങനെയെങ്കിൽ BJPക്ക് മുന്നിലും ഒരു പ്രതിസന്ധി ഉണ്ട് എന്നത് വ്യക്തമല്ലേ? BJPയിൽ തന്നെ ഇതിൻ്റെ പേര് പ്രതിസന്ധി ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ. കാരണം പൊളിറ്റിക്സ് ഇസ് ദ ആർട്ട് ഓഫ് ദ പോസിബിൾ, ഒരു സംഭവ്യതയുടെ കലയാണ്. ആ കലയിൽ അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി അദ്ദേഹമാണല്ലോ വാസ്തവത്തിൽ ജയലളിതയ്ക്കെതിരായ കേസ്, ബാംഗ്ലൂരിലെ കേസിൻ്റെ പിന്നിലെ ശില്പി. അപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹമാണ് അതുമായിട്ട് മുന്നോട്ട് പോരുന്ന ആൾ. അപ്പോൾ ഇപ്പോഴ് ശശികല അങ്ങനെ വരുന്നൊരു സാഹചര്യം. അപ്പോൾ കേസിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്. പിന്നെ ആ കേസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതി, കീഴ്ക്കോടതി, വിചാരണ കോടതി ശിക്ഷിച്ചു പിന്നെ ശശികല, ജയലളിതയും. അതിനുശേഷം ഹൈക്കോടതി വിട്ടു. ഇനി സുപ്രീം കോടതി മറിച്ചൊരു വിധിയാണ്, അപ്പീൽ അനുവദിക്കുകയാണ്. അപ്പീൽ അനുവദിച്ചുകൊണ്ട് ശിക്ഷിക്കുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ വേറെ മാർഗമൊന്നുമില്ല. സ്ട്രെയിറ്റ് അവേ ഷി വിൽ ഹാവ് ടു ഗോ ടു ജയിലിലേക്ക് പോകാനായിട്ട് വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ കണക്കിലെടുക്കേണ്ട ഘടകങ്ങളാണ്. അങ്ങനെ കണക്കിലെടുക്കാതെ, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം ഒരു കലയായതുകൊണ്ട്, സംഭവിക്കേണ്ട കലയായതുകൊണ്ട് ഈ കാര്യത്തിൽ രണ്ടു കൂട്ടരെയും ഒരുപോലെ കാണുന്ന സമീപനമാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ അതിനൊക്കെ അപ്പുറത്തെ ഗവർണറുടെ വിവേചനാധികാരം, അതിൽ അദ്ദേഹം പരിഗണിക്കേണ്ട വിഷയങ്ങൾ, ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും BJP അതിൻ്റെ പാർലമെൻ്ററി ബോർഡൊക്കെ ഉണ്ട്, വളരെ അതിനുവേണ്ടി ചുമതലപ്പെട്ട ആൾക്കാരുണ്ട്. അവരക്കാര്യം ആലോചിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അതിൽ ഇതുവരെയുള്ള നീക്കങ്ങളിൽ എവിടെയും അസാധാരണത്വമുണ്ടായിട്ടില്ല. ഭരണഘടനാനുസൃതമായും രാഷ്ട്രീയ ധാർമ്മികതയിലും ഊന്നി നിന്നുകൊണ്ടാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. മറ്റേ വന്നു കഴിഞ്ഞാൽ കളക്റ്റീവായ തീരുമാനം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് പോകാം. ശ്രീ പന്തളം സുധാകരൻ, ഇത് ഏത് നിലക്കുള്ള തീരുമാനങ്ങളിലേക്ക് വന്നാലും ഇതിനകത്ത് ഈ പറയുന്ന പോലെ എല്ലാ കാലത്തും ഇത്തരം രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്ന കാലത്ത് ഉണ്ടാകുന്നത് പോലെ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായിട്ടും ഒക്കെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുണ്ട്. ഇതിപ്പോൾ ഒരൊറ്റ പക്ഷം മാത്രം നോക്കുക. പനീർസെൽവത്തിന് മേൽ ഇപ്പോൾ 130 MLA-മാരുണ്ടെന്ന് പറയുന്ന ശശികല നേടുകയാണ് വിജയമെങ്കിൽ ഗവർണർക്ക് അനുകൂലമായി, അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. നിയമപരമായി കേസ് അവർക്ക് അനുകൂലമായ നിലയുണ്ടാകുന്നു. ശശികല നേടുകയാണെങ്കിൽ ഇപ്പറയുന്നത് പോലെ അതൊരു രാഷ്ട്രീയ അധാർമികമായ കാര്യമായിരിക്കും. അവർ കടത്തിക്കൊണ്ടുപോയി MLA-മാരെ തടവിൽ പാർപ്പിച്ച് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച് സമ്മർദ്ദം പെടുത്തി ഒരാളെ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് ഇങ്ങനെയൊക്കെ നേടുന്ന വിജയം രാഷ്ട്രീയമായിട്ട് ശരിയായ കീഴ്വഴക്കങ്ങളാണ് ഉണ്ടാക്കുക എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഈ അധികാരം കൈക്കലാക്കുന്നതിന് വേണ്ടി എല്ലാ മോശപ്പെട്ട മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. അത് ഡോക്ടർ അംബേദ്കർ ഇവിടെ നേരത്തെ ഉദ്ധരിക്കുകയുണ്ടായല്ലോ. എന്ന് പറഞ്ഞപ്പോൾ മണ്ണിനടിയിൽ നടക്കുന്ന എത്രയോ മോശപ്പെട്ട സംഭവങ്ങളാണ്. പക്ഷെ അത് കുറഞ്ഞു വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എന്തായാലും മോശപ്പെട്ട കാര്യങ്ങളെ ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രോത്സാഹിപ്പിക്കുകയില്ല. ഇവിടെ ഞങ്ങൾ വാച്ച് ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. കേന്ദ്രത്തിൻ്റെ ഇച്ഛയ്ക്കൊത്ത് തുള്ളുന്ന തരത്തിൽ ഒരു ഗവർണർ
പെരുമാറുമോ, അദ്ദേഹത്തിന് ഉത്തരവ് വരുമോ എന്നുള്ളതാണ്. അങ്ങനെ വരുമില്ല എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം ഒരു ഗവർണർ അദ്ദേഹത്തിൻ്റെ പദവി, അതുപോലെ നീതി നിർവഹണത്തിൽ സ്വീകരിക്കേണ്ട മര്യാദ, അന്തസ്സ് പാലിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതല്ലാത്ത ഒരു സമീപനം ഏത് സംസ്ഥാനത്തുണ്ടായാലും, അത് തമിഴ്നാട്ടിലല്ല ഏത് സംസ്ഥാനത്തുണ്ടായാലും അതിനെ വളരെ ശക്തമായി ഇടപെടാനുള്ള, നീതിക്ക് വേണ്ടി ഇടപെടാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ ഈ നടക്കുന്ന സംഘർഷത്തിൽ ഇടപെട്ടുകൊണ്ട് മുതലെടുപ്പ് നടത്താൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. വളരെ നന്ദി ശ്രീ പന്തളം സുധാകരൻ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വളരെ നന്ദി ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ ആർ രാധാകൃഷ്ണൻ നായർ, ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ശ്രീ കാളീശ്വരൻ രാജ്, ശ്രീ പന്തളം സുധാകരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. തമിഴ്നാട് രാഷ്ട്രീയം വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോകുന്നത്. അല്പസമയത്തിന് ശേഷം ഒരുപക്ഷെ ഈ വരും ദിവസങ്ങളിൽ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് അവിടെ നിന്നും ഉണ്ടാകേണ്ടത്. പനീർശെൽവത്തിനോടൊപ്പം കൂടുതൽ ആളുകൾ ചേരുന്നു, MLA-മാർ അടക്കമുള്ളവർ കൂടുതൽ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അവരെ പാർപ്പിച്ചിരിക്കുന്ന MLA-മാരെ പാർപ്പിച്ചിരിക്കുന്ന റിസോർട്ടിൽ അവരിൽ 30 പേർ നിരാഹാര സമരത്തിലാണ് എന്ന വിവരം ഒടുവിലായി ലഭിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിർണായകമാണ്. ഗവർണർ 2 പേരും ഇന്ന് കണ്ടിട്ടുണ്ട്. ശശികലയ്ക്കെതിരായിട്ടുള്ള നിലപാട് കർക്കശമാകുന്നതിന്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ അനുവദിക്കരുത് മറ്റുള്ളവരെ എന്ന് നിലപാട് ബാങ്കുകളെ പനീർശെൽവം അറിയിച്ചിട്ടുണ്ട്. പോയസ് ഗാർഡനിലെ ജയലളിതയുടെ വസതി ജയലളിതയുടെ സ്മാരകമാക്കി മാറ്റും എന്ന പ്രഖ്യാപനം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ കണ്ട പനീർശെൽവത്തെ അല്ല ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയവും പൊതുവിൽ രാജ്യമാകെ തന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന വിശേഷവുമുണ്ട്. ആരാണ് ജയിക്കുക എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ഗവർണറുടെ കയ്യിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉള്ളത്. അതിഥികൾക്ക് ഒരിക്കൽ കൂടെ നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നതിന് മുമ്പ് പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. തമിഴ്നാട് രാഷ്ട്രീയം നിർണായക മണിക്കൂറുകളിൽ. പനീർശെൽവവും ശശികലയും ഗവർണറെ കണ്ടു. ധർമ്മം ജയിക്കുമെന്ന് പനീർശെൽവം. രാജി പിൻവലിക്കും. പാർട്ടിയിലെ രണ്ടാമൻ മധുസൂദൻ പനീർശെൽവത്തിനൊപ്പം. 130 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് ശശികല. പിന്തുണക്കത്തുകൾ ഗവർണർക്ക് മുമ്പാകെ സമർപ്പിച്ചു. പനീർശെൽവത്തെ പിന്തുണക്കുമെന്ന് DMK. ജയലളിതയുടെ വസതി സ്മാരകമാക്കി ശെൽവം. പാർട്ടി ബാങ്ക് അക്കൗണ്ടുകളിലും പനീർശെൽവത്തിന്റെ പിടി. ഭൂമി ക്രമക്കേടുകൾക്കെതിരെ വീണ്ടും VS അച്യുതാനന്ദൻ. ലോ അക്കാദമിയിലെ ഫ്ളാറ്റ് വിൽപ്പനയിൽ അന്വേഷണം വേണമെന്ന് റവന്യൂ മന്ത്രിക്ക് VS-ന്റെ കത്ത്. പാറ്റൂർ കേസിൽ തെളിവുകളുമായി വിജിലൻസ് കോടതിയിൽ. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ഹാജരാക്കാമെന്ന് വിജിലൻസ്. പാൽ വില കുത്തനെ കൂട്ടി മിൽമ. ലിറ്ററിന് കൂട്ടിയത് 4 രൂപ. മറ്റന്നാൾ മുതൽ പുതിയ നിരക്ക്. കൂട്ടിയ തുകയിൽ 3 രൂപ 35 പൈസ കർഷകനെന്ന് മിൽമ. മൻമോഹൻ സിംഗിനെതിരായ മോദിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ്. വഹിക്കുന്ന പദവിയുടെ അന്തസ്സ് മോദി കാക്കണമെന്ന് ചിദംബരം. തമിഴ്നാട് പ്രതിസന്ധിയിലും പാർലമെന്റിൽ പ്രതിഷേധം. ഗവർണർക്കെതിരായ AIADMK പ്രതിഷേധത്തിൽ രാജ്യസഭ തടസ്സപ്പെട്ടു. സ്വാശ്രയ ഹുങ്ക് ആവർത്തിച്ച് നെഹ്റു കോളേജിൽ വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടി. ജിഷ്ണുവിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ നിഷേധിച്ച് മാനേജ്മെന്റ്. വിദ്യാർത്ഥികൾ സമരത്തിൽ. ഹൈദരാബാദ് ടെസ്റ്റിൽ പിടിമുറുക്കി ടീം ഇന്ത്യ. വിരാട് കോഹ്ലിക്കും മുരളി വിജയ്ക്കും സെഞ്ചുറി. പൂജാരയ്ക്ക് അർദ്ധ സെഞ്ചുറി. ആദ്യ ദിനം 3 വിക്കറ്റ് നഷ്ടത്തിൽ 356 റൺസ്.